AM കിച്ചൺ വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണക്കമീൻ്റെ ഒരു ചമ്മന്തിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. കൂടാതെ ഞാനൊരു പൊതിച്ചോറും തയ്യാറാക്കുന്നുണ്ട്. അപ്പോൾ ആ ചമ്മന്തി ഞാൻ പൊതിച്ചോറിലേക്ക് ചേർക്കാനുള്ളതാണ്. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ്: നാളികേരം, പുളി, കറിവേപ്പില, ചെറിയ ഉള്ളി, ഒരു കഷ്ണം ഇഞ്ചി, ആവശ്യത്തിന് ഉപ്പ്, ഉണക്കൽമീൻ, പച്ചമുളക്, കാന്താരി മുളക് ആയാലും പറ്റും. ഉണക്കമീൻ ഞാൻ മുള്ളമീനാണ് എടുത്തിട്ടുള്ളത്. ഞങ്ങളിവിടെ മുള്ളമീൻ എന്നാണ് പറയുക. അതൊന്ന് ചെറുതായിട്ട് ഫ്രൈ ചെയ്ത് ഇതെല്ലാം കൂടെ ഞാനൊന്ന് അരച്ചെടുത്തതാണിത്. അപ്പോൾ നമ്മുടെ ചമ്മന്തി റെഡിയായി. ഇനി ഞാൻ നമ്മുടെ പൊതിച്ചോറിലേക്ക് വൻപയർ മെഴുക്ക് വരട്ടി ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഇന്നലെ കുറച്ചധികം മത്തി കിട്ടിയിരുന്നു, ചെറിയ മത്തി. അപ്പോൾ അത് കുറച്ച് വറുത്തെടുത്തത്, ചെറിയ മത്തിയാണ്, അതുണ്ട്. പിന്നെ ഇന്നലെ വെച്ച കുറച്ച് മീൻ തോരൻ ഇതുമുണ്ട്. പിന്നെ 2 മുട്ടയും കൂടെ ഒന്ന് അപ്പം ഉണ്ടാക്കിയിട്ടുണ്ട്. 2 മുട്ടയാണിത്. ഓരോ പീസ് വെക്കാമെന്ന് കരുതി 2 പൊതിച്ചോറാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ 2 ഇല എല്ലാം വാട്ടിയെടുത്ത് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ചോറൊക്കെ ചേർത്ത് അതിലേക്ക് വേണ്ട കറികളും ചേർത്ത് നമുക്കിതൊന്ന് പൊതിഞ്ഞെടുക്കാം. അപ്പോൾ ആദ്യത്തെ ഇല ഞാനിവിടെ തയ്യാറാക്കുകയാണ്. അതിലേക്ക് ചോറ് ചേർത്ത് കൊടുത്തു. ചോറിൻ്റെ കൂടെ തന്നെ നല്ല മീൻ ചമ്മന്തി, പിന്നെ ഇതിൻ്റെ കൂടെ മുട്ട, അതിൻ്റെ ഒരു കഷ്ണം മുട്ടയും കൂടെ ചേർത്തു. ഇനി നമുക്കിതിലേക്ക് മീൻ വറുത്തതും പിന്നെ മീൻ തോരനും അതുപോലെ വൻപയർ മെഴുക്ക് വരട്ടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതൊന്നും വലിയ കാര്യമല്ല എന്നൊക്കെ അറിയാം. പിന്നെ എല്ലാവരും ചെയ്യുന്നുണ്ട്, അത് എല്ലാവർക്കും അറിയുകയും ചെയ്യുക പൊതിച്ചോറൊക്കെ. പക്ഷേ ഞാനിന്ന് ഉച്ചയ്ക്ക് ഞങ്ങൾക്ക് 2 പേർക്ക്, ഞാനും ഹസ്ബൻഡും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾക്ക് 2 പേർക്കും വേണ്ടിയിട്ടൊന്ന് പൊതിച്ചോറ് ഉണ്ടാക്കാമെന്ന് കരുതി. അപ്പോൾ അതൊരു വീഡിയോ ആക്കി എടുത്തിട്ട് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് കരുതി ചെയ്തെടുത്തതാണിത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ഇലയൊന്ന് പൊതിഞ്ഞെടുക്കാം. അപ്പോൾ ഇതാ ഞാൻ ആദ്യത്തെ ഇലയൊക്കെ ഒന്ന് പൊതിഞ്ഞെടുത്തു. ഇനിയിപ്പോൾ അതുപോലെ തന്നെ സെയിം സാധനങ്ങൾ വെച്ച് രണ്ടാമത്തെ പൊതിച്ചോറും കൂടി ഒന്ന് കെട്ടിയെടുക്കാം. അപ്പോൾ എല്ലാ വിഭവങ്ങളും ചേർത്തു. ഇനി ഇതും ഞാനൊന്ന് പൊതിഞ്ഞെടുക്കുകയാണ്. നമ്മുടെ ഈ ചാനൽ പുതുതായി ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ. ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. ഇന്നത്തെ ഈ കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. പുതിയൊരു വീഡിയോയുമായി അടുത്ത ദിവസം വീണ്ടും കാണാം.